ഹലോ ഫെലോസ്, വി ആർ മാക്രീസ് ഓൺ ദ റോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ ഓൾറെഡി കണ്ടിട്ടായിരിക്കും. നമ്മളിപ്പോൾ കേരളത്തിലാണ്. പറയാം, ഫാം വില്ലയിലേക്കാണ്. പഞ്ചവടിയിലുള്ള ഒരു അടിപൊളി എക്സോട്ടിക് ആനിമൽസിൻ്റെ ഒരു സെൻറ്ററിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ലെറ്റ്സ് സീ വെദർ വി വിൽ എൻജോയ് ഓർ നോട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ചാവക്കാട് അടുത്ത് എടക്കഴിയൂർ പഞ്ചവടി ആ ഭാഗത്തായിട്ട് വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഫാം വില്ല. ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ്. ടിക്കറ്റ് ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. അഡൽട്സിന് 150 ആണ് പെർ ഹെഡ്. എന്നാലും അത് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യില്ല. ഒരു എഡ്യൂക്കേഷണൽ ആൻഡ് അനിമൽ ഇന്ററാക്ഷൻ പാർക്കാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി സ്ഥലത്തിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടന്ന് നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ല. അതിലുപരി വളരെ ചെറിയൊരു സ്പേസിൽ തന്നെ ഒത്തിരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് അനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരികയാണ്. എക്സ്പീരിയൻസ് ഒരുക്കിയിരിക്കുകയാണ് ഈ പെർട്ടിക്കുലർ പ്ലേസിൽ ചെയ്തിരിക്കുന്നത്. ഒട്ടകത്തിൽ നിന്ന് തുടങ്ങി കുതിര, പല സൈസ് കുതിര, പല സൈസ് അനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇവരെ എല്ലാവരെയും നമുക്ക് അവിടെ കാണാം. കാണാമെന്ന് മാത്രമല്ല, നമുക്ക് അവരെ പെറ്റ് ചെയ്യാം, നമുക്ക് അവരെ ഫീഡ് ചെയ്യാം. അപ്പോ എല്ലാ അനിമൽസും ഒരേ ഭക്ഷണമല്ലല്ലോ കഴിക്കാം. അപ്പൊ ഓരോ അനിമൽസിന്റെ ഭാഗത്തായിട്ട് നമുക്ക് അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ആ പെർട്ടിക്കുലർ അനിമലിനോ അല്ലെങ്കിൽ ബേർഡിനോ വേണ്ട ഫുഡ് എന്താണെങ്കിലും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് ഇപ്പോ നമ്മളിപ്പോ ഹോഴ്സിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോട്ട് ഓഫ് ഗ്രാസ് തരികയല്ല, അതിന് പകരം വരുന്ന എല്ലാവർക്കും ഫീഡ് ചെയ്യണമല്ലോ. എന്നാലും അത് ഓവർ ആവാനും പാടില്ല. അതുകൊണ്ട് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻ അവർ തരുന്നുണ്ട്. പിന്നെ കുറെ നമുക്ക് കയ്യിലെടുക്കുന്നത് കൊണ്ട് നമുക്കോ ആ അനിമലിനോ ഉപദ്രവമില്ലാത്ത ജീവികളെ നമ്മുടെ കയ്യിൽ തരും. അതും ഈ പറഞ്ഞ പോലെ അവരുടെ വോളണ്ടിയേഴ്സ് തന്നെ നമുക്ക് വെച്ച് തരും. നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും നമുക്ക് അവരെ പെറ്റ് ചെയ്യാം. നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം, വീഡിയോസ് ഷൂട്ട് ചെയ്യാം. നമുക്കത് നല്ല എക്സ്പീരിയൻസ് ആണ്. ധൈര്യമുള്ളവർക്ക് എന്തും ചെയ്യാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഒരു പാമ്പിനെയോ ഒരു റെപ്റ്റൈലിനെയോ മേത്ത് വെച്ചില്ല. ഞാൻ അതിന് വളരെ വലിയൊരു വിരോധിയാണ്. പല്ലീനെ കണ്ടാൽ പോലും ഓടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനു വേണ്ടി എന്റെ പാർട്ട്ണർ വളരെ ഹാപ്പി ആയിട്ട് പാമ്പിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പാമ്പിനെ തോളിലിട്ട് നിന്നില്ലേ, അത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പമില്ല, പാമ്പ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, അതങ്ങനെ കിടന്നപ്പോൾ സുഖമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ആയിരുന്നു ഈ ഫെലൈൻ സെക്ഷൻ. ആൾക്കാരെ കണ്ട് ബോറടിച്ചിട്ടോ അല്ലെങ്കിൽ കാണാൻ തന്നെ താല്പര്യമില്ല എന്നുള്ള മട്ടില് സുഖമായിട്ട് ഉറങ്ങുന്ന പല സൈസ് പല ബ്രീഡ് പൂച്ചകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഒരെണ്ണത്തിന് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുൻപ് തന്നെ ഒരു ചേട്ടൻ ചാടിക്കയറി എടുത്തതുകൊണ്ട് ആ പൂച്ച ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും തോളത്തെടുത്ത് വെക്കാൻ തോന്നിയില്ല. അങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു കാറ്റ് പേഴ്സൺ ആണ്, ഡോഗ് പേഴ്സണിലേക്കാളും കൂടുതൽ. സോ ഐ റിയലി ലവ് കാറ്റ്സ്. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത്ര ഉപദ്രവകാരികളല്ലാത്ത അനിമൽസിന് മാത്രമാണ് എനിക്ക് തോന്നുന്നു അവർ നമ്മുടെ കയ്യിൽ തരുന്നുള്ളൂ. അങ്ങനെ എല്ലാ അനിമൽസിനെയും കൂട്ടുന്ന പുറത്തേക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ തരുന്നില്ല. അവർക്ക് ഉറപ്പുള്ളതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതുമായ മൃഗങ്ങളായാലും റെപ്റ്റൈൽസ് ആയാലും അങ്ങനത്തെ നമ്മുടെ കയ്യിൽ തരും. അത് പിന്നെ നമുക്ക് ഇപ്പൊ പാമ്പുകളുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ, പല ബ്രീഡ് ഓഫ് സ്നേക്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പൈത്തന്റെ വെറൈറ്റീസ് ആണെന്ന്. ആക്ച്വലി ഐ എം നോട്ട് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. പക്ഷെ ഈവൻ ആ കേജിൽ അല്ല, അവരുടെ കൂട് ആ ഒരു തരം കേജ് തന്നെയാണ്. ആ കേജിൽ അവരെ കാണുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. കാരണം നമ്മളിപ്പോ സൂല് പോയാലും കാണുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടെ ക്ലോസ് ക്വാർട്ടേഴ്സിലാണ് നമ്മൾ ആ അനിമലുമായിട്ടുള്ള ഇന്ററാക്ഷൻ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ആൻഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ടും എയിം ചെയ്യുന്നതെങ്കിൽ പോലും നമ്മള് മുതിർന്നവരാണെങ്കിലും ഇതൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ല ഇപ്പൊ കുറെ കണ്ട് പഴകിയവരാണെങ്കിൽ പോലും ഐ തിങ്ക് വി വിൽ എൻജോയ്, ബിക്കോസ് ഐ റിയലി എൻജോയ്. ഞങ്ങൾ പോയ എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. അവർ ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഫുഡ് സ്റ്റോൾ ഉണ്ട്. പിന്നെ അല്ലാതെ അതിനകത്ത് ഒരുപാട് റിഫ്രഷ്മെന്റ് ഏരിയാസ് ഒന്നും ഇല്ല. പക്ഷെ ടോട്ടലി ദ പ്ലേസ് വാസ് നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല രീതിയിൽ നമുക്ക് നടക്കുന്ന സ്ഥലമായാലും ഈവൻ ബേർഡ്സോ അനിമൽസോ അവർ റെസ്റ്റ് ചെയ്യുന്ന കേജസ് ആയാലും ഇറ്റ് വാസ് റിയലി ക്ലീൻ. അവരുടെ ഫുഡ് കൊടുത്തിരിക്കുന്ന രീതിയും അതുപോലെ തന്നെ കേജ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ നമുക്കത് വ്യക്തമാക്കുന്നതാണ്. ഐ തിങ്ക് 2 നേരമൊക്കെ ആയിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ആക്ച്വലി ക്ലീനിങ് പ്രോസസ്സ് കണ്ടില്ല, ബട്ട് ദ പ്ലേസ് സേസ് സോ. അപ്പോ
അത് അങ്ങനെ ആയിരിക്കണം. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ആനിമൽസിന് ഫീഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് കേജിന്റെ പുറത്ത് നിന്നിട്ട് അവരെ ഫീഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു ബേർഡ് കേജിനകത്ത് നമുക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉള്ളിൽ കയറിയിട്ടാണ് ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നത്. അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ചുറ്റോറും കിളികള് തലങ്ങും വിലങ്ങും പറക്കുന്ന, ദേ ക്യാൻ റിയലി ഹേർട്ട് us ബിക്കോസ് അവർ പറക്കുന്നത് ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരു കേജ് അല്ല. നമ്മൾ നിന്നിട്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട് റൂഫിലേക്ക്, പക്ഷെ അങ്ങനെ അവർക്ക് പൊങ്ങി പറക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തൊരു കേജില് അവര് പറക്കുന്നു, നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്നു. ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് ആൻഡ് ഫൺ എക്സ്പീരിയൻസ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ബേർഡ്സിന്റെ കേജിലും അല്ല, ജസ്റ്റ് വൺ കേജ് ഇറ്റ് വാസ് ദാറ്റ് പ്രൊവിഷൻ വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരു അട്രാക്ഷൻ തോന്നിയത് ഈ ഓസ്ട്രിച്ച് ആയിരുന്നു. ഈവൻ എമു ഉണ്ട്, എമു വിൽ കം ലേറ്റർ. ബട്ട് ഓസ്ട്രിച്ച് ഒരു എന്താ പറയാ, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു കേജ് അല്ലാതെ ഓസ്ട്രിച്ചിൽ നിന്ന് നമ്മളതിനെ വേണമെങ്കിൽ അതിന്റെ തല പുറത്തേക്ക് ഇട്ടാൽ നമ്മളെ കൊത്താം. അങ്ങനെ നിന്നിട്ടാണ് ഓസ്ട്രിച്ച് നമ്മളതിനെ നോക്കുന്നത്. ആക്ച്വലി ഓസ്ട്രിച്ച് നമ്മളെ നോക്കുന്നത് എന്ന് തന്നെ പറയണം, റാദർ ദാൻ നമ്മൾ ഓസ്ട്രിച്ചിനെ നോക്കണമെന്നുള്ളത്. ഇവിടെ വീണ്ടും എന്റെ ധീരനായ ഹസ്ബൻഡ് ആ ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിന് പോലും ഞാൻ ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു തമാശ. പക്ഷെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാ കേജസും എടുക്കുവാണെങ്കിലും ഒരുപാട് അങ്ങ് റഷ് ആയിട്ട് കുറെ ബേർഡ്സ് അല്ലെങ്കിൽ ഇപ്പൊ ആനിമൽസിനെ കുറെ ആനിമൽസ് അങ്ങനെയല്ല, എല്ലായിടത്തും കാണുന്ന പോലെ ഒന്നോ രണ്ടോ ഓഫ് ഓൾ ദി ബ്രീഡ്സ് അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബേർഡ്സിന്റെ ആണെങ്കിൽ കളർഫുൾ ഹോംസ് ആയിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മുടെ കുതിരകളുടെ സെക്ഷൻ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും ഒരുപോലത്തെ വില്ലകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറെ ആനിമൽസ് ഒക്കെ എന്താ ഇവിടെ നടക്കുന്നേ എന്നുള്ള ആലോചനയിലാണ് അവര് പോലും നടക്കുന്നത്. പക്ഷെ ഐ വുഡ് റിയലി സജസ്റ്റ് ദിസ് പ്ലേസ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ടൈമിങ്സ് ഉണ്ട്. മോർണിംഗ് 11 ആണ് ഓപ്പൺ ആവുന്നത്, ടിൽ ഈവനിങ് 6 ആണ്. അപ്പൊ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട് പോയാലും ഒത്തിരി നേരത്തെ പോയാലും കാര്യമില്ല. പിന്നെ വെയിലുണ്ടാവും, കാരണം റൂഫല്ല, ഡെഫിനറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ്. സോ അത് കരുതി നമ്മൾ അതിനു വേണ്ടി പ്രിക്കോഷൻ എടുത്ത് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. ഈ സെക്ഷനിലും നമുക്ക് ഒരു കൂട് എന്നുള്ളതിലുപരി അവർ വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് പെറ്റ് ചെയ്യാനായാലും നമുക്ക് കാണാനായാലും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിലാണ് നടക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എമു. എമു പോപ്കോൺ ആണ് കഴിക്കുന്നത്. അതെനിക്കൊരു പുതിയ വിവരമായിരുന്നു. സ്ഥിരം അതാണോ കഴിക്കാന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പോപ്കോൺ ആണ്. ആൻഡ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ട് അത് എടുത്തോണ്ട് പോയതും. ബട്ട് ഓവറോൾ ദിസ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Enjoyed or not, let us know in the comments. So like to show love, Share to scare. and subscribe to be surprised. Bye.